ശേഷം ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നിരിക്കുകയാണ്. ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് 5 ഷട്ടറുകളിൽ ഒന്ന് മധ്യഭാഗത്തുള്ള 3-ാം നമ്പർ ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തിയിരിക്കുന്നത്. 50 ഘനമീറ്റർ ജലമാണ് പെർ സെക്കൻഡിൽ താഴേക്ക് ഒഴുകുന്നത്. അതായത് 50,000 ലിറ്റർ ജലം. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. ഈ ജലം ഈ ആലുവ പ്രദേശത്തേക്ക് എത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അധികൃതർ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആരും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. എന്നാൽ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ അധികൃതർ നൽകുന്ന പ്രധാനപ്പെട്ട വിവരം. ഇത് 37 വർഷത്തിന് ശേഷമായതിനാൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നതിനാൽ തന്നെ ഇടമലയാർ അണക്കെട്ടിലെ ജലം തുറന്നുവിട്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കളക്ടറുടെയും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അണക്കെട്ടിലെ ജലം ഒഴുകി വരുന്ന പെരിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല എന്ന് എറണാകുളം ജില്ലയിലെ 51 പഞ്ചായത്ത് പ്രദേശങ്ങളിൽ പ്രളയക്കെടുതിക്ക് സാധ്യത മുന്നിൽ കണ്ട് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കോതമംഗലം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ആവശ്യമെങ്കിൽ കോതമംഗലത്ത് 10 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കാനും സജ്ജമാക്കിയിട്ടുണ്ട്. പെരിയാറിൻ്റെ തീരത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള പക്ഷം കൂടുതൽ ക്യാമ്പുകൾ സജ്ജമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പെരിയാറിൻ്റെ 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ പെരിയാറിലേക്ക് ഇറങ്ങുന്നത്, കുളിക്കുന്നത്, സെൽഫി എടുക്കുന്നത്, ഫോട്ടോ എടുക്കാനായി അങ്ങോട്ട് പോകുന്നത്, ഒരു വിനോദസഞ്ചാരി എന്ന മട്ടിൽ ഈ വിഷയങ്ങളെ കാണുന്നത്, അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ നിങ്ങൾ നിയന്ത്രിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അപായത്തിന് സാധ്യതയുണ്ട്. കാരണം 37 വർഷത്തിന് ശേഷമാണ് ഈ പെരിയാറിലൂടെ ഇത്രയധികം ജലം വരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തേൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് പുഴയുടെ ഘടനയടക്കം. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിലേക്ക് വെള്ളം കയറുമെന്നോ ഏതൊക്കെ സ്ഥലങ്ങൾ വെള്ളക്കെട്ടിലാകുമെന്നോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇപ്പോഴുമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി പെരിയാർ പുഴയുമായി കൃത്യമായ അകലം പാലിക്കുക, സുരക്ഷിതമായ അകലം പാലിക്കുക, കുറഞ്ഞത് 100 മീറ്റർ മാറി നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, എന്തെങ്കിലും തരത്തിൽ ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ എറണാകുളം ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ facebook.com/DCEKM എന്ന ഫേസ്ബുക്ക് പേജിൽ അറിയിപ്പുകൾ ലഭ്യമാണ്. മാത്രവുമല്ല, കാക്കനാട് കളക്ടറേറ്റിലെ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ ടോൾ ഫ്രീ നമ്പറായ 1077 ആളുകൾക്ക് സംശയമുള്ളവർക്ക് ബന്ധപ്പെടാം. അതുപോലെ തന്നെ 2 മൊബൈൽ നമ്പറും ഒരു ലാൻഡ് ലൈൻ നമ്പറും ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ആ നമ്പർ പറയാം: 7902200300 7902200400. ഈ 2 നമ്പറുകളാണ് മൊബൈൽ നമ്പറുകളായുള്ളത്. ഒരു ലാൻഡ് ലൈൻ നമ്പറുമുണ്ട്, 0484-242-3513. ഈ നമ്പറുകളിലെല്ലാം വിളിച്ച് ആശങ്കകളുണ്ടെങ്കിൽ അറിയിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപായങ്ങളുണ്ടായി സഹായങ്ങൾ വേണമെങ്കിലൊക്കെ ജില്ലാ കളക്ടറേറ്റുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളം ജില്ലയിലാണ് പ്രധാനമായും ജാഗ്രത വേണ്ടത്. ഇടുക്കി ജില്ലയിൽ ജാഗ്രതാ പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ മുതൽ തുടങ്ങിയിരുന്നതിനാൽ ആളുകൾ അതുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ട്. ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാതിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് ഇടുക്കി മേഖലയിൽ ഈ ജലമൊഴുകി വരുന്ന ചെറുതോണി, ചേലച്ചുവട് തുടങ്ങി അങ്ങ് താഴേക്കുള്ള പ്രദേശങ്ങൾ വരെ, നേരിമംഗലം വരെയുള്ള പ്രദേശത്തുള്ളവർ നേരത്തെ തന്നെ ബോധവാന്മാരാണ്. എന്നാൽ ആലുവ ഉൾപ്പെടുന്ന താഴേക്ക് വരുമ്പോൾ കാലടിക്കപ്പുറത്തേക്ക് ആലുവ പ്രദേശത്ത് എറണാകുളം ജില്ലയിൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടേ ഉള്ളൂ. അത് നടപടികൾ പൂർത്തീകരിക്കുന്നുണ്ടെങ്കിലും അവിടെ പല നാടുകളിൽ നിന്നുള്ള പല വിധത്തിലുള്ള ആളുകൾ എത്തുന്ന പ്രദേശങ്ങളാണ്, നഗരമേഖലയാണ്, ജനസാന്ദ്രത കൂടിയ ഇടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് കൂടുതലായി നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടത്, ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഒരാവേശത്തിന് സെൽഫി എടുക്കാൻ പുഴക്കരയിൽ പോയി നിൽക്കുക, അത്തരം പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്ന് കർശന നിർദ്ദേശമുണ്ട്. മാത്രവുമല്ല, അങ്ങനെ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ നിയമ നടപടികളും അവർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യവും ഓർമ്മിപ്പിക്കട്ടെ. മത്സ്യബന്ധനത്തിലുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത് എന്ന് പറയുന്നു. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, ജലനിരപ്പ് ഉയരുമ്പോൾ മുമ്പ് ബാണാസുര അണക്കെട്ടിലടക്കം വയനാട്ടിൽ കണ്ടതുപോലെ മീൻ പിടിക്കാനൊക്കെ ആളുകൾ കൂട്ടമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇവിടെ സ്വീകരിക്കരുത്. കാരണം ഇടുക്കി അണക്കെട്ട് തുറന്നിരിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇടമലയാർ അണക്കെട്ടും തുറന്നിരിക്കുന്നത്. അന്നത്തെ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളല്ല ഇപ്പോഴുള്ളത്. അതുകൊണ്ട് അപ്രവചനീയം തന്നെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, എന്നാൽ പരിഭ്രാന്തി വേണ്ട എന്നാണ് അധികൃതരുടെ നിർദ്ദേശം. ഇത് കൃത്യമായി പാലിച്ചാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല.